ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇവിടെ പുറത്ത് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ, സൂര്യൻ വന്നിട്ടുണ്ട്. ഇതാണ് ടീക്കുമ്പ എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഈ ഭാഗത്ത് മാത്രമേ വെയിൽ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മളിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ചൂട് കിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ പിള്ളേരെ കളിക്കാണ്ടെന്ന് തോന്നുന്നു. മൊണാസ്ട്രിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തങ്ങിയത്. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം കേട്ടോ. അപ്പോൾ എവിടെയാണ് നമ്മൾ കിടന്നത്. പിന്നെ കമ്പളി പോപ്പൊക്കെ ഉണ്ടായിരുന്നു. ബാഗെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാ. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലുംബ്രല പോണ റൂട്ടിലാട്ടാ. ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ അതേ കുറച്ച് മുന്നോട്ട് വന്നിട്ടാ. ഈ കാണുന്നതാണ് ടീക്കുമ്പ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടേക്ക് ഇവർ റോഡ് പണിയുടെ ആൾക്കാരാണ്. അങ്ങനെ ഈ കാണുന്നതാണ് ലുംബ്രല പോണ റൂട്ടാട്ടാ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ പണിയെടുക്കേണ്ട കേട്ടോ. പിന്നെ ഈ റൂട്ട് നേരെ എനിക്ക് തോന്നുന്നു ഒരു 10-13 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ രാത്രി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പലയിടത്തും ഫ്രീസായിട്ട് കിടപ്പുണ്ട്. ഗ്രാമത്തിലെ ആൾക്കാർ ഇങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീറണ കേട്ടോ. ഇവിടുത്തെ വീടൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരം വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതുപോലെ നോക്കി ഐസ് പിടിച്ച് ഇങ്ങനെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ. ചെറിയൊരു ഗ്രാമമല്ലേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. പിന്നെ ഈ ഒരു നദിയും നമുക്ക് പോകേണ്ട റൂട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ കയറി വേണം കേട്ടോ പോകാൻ. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 13 കിലോമീറ്ററിൻ്റെ ഉണ്ട്. വണ്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അവിടെ ഒരു പട്ടാളക്കാരനുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മനസ്സിലാട്ടെ എനിക്ക് ചായയൊക്കെ തന്നെ. കാരണം നമുക്ക് അവരുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടിപൊളി മനസ്സിലായിട്ട് എനിക്ക് വണ്ടിയൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് നടന്നു പോയിക്കാൻ നമ്മളിപ്പോഴൊന്നും എത്തില്ല. അപ്പോൾ പോകണ വഴിക്ക് ചിലപ്പോൾ വണ്ടിയും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇനി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൂ, നടക്കാലാന്ന് വിചാരിച്ച്. 13 കിലോമീറ്റർ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, 13 ഉള്ളൂ എന്ന് തോന്നണ്ട. ഞാൻ മാപ്പ് ഇട്ടപ്പോൾ 13 കാണിക്കുള്ളൂ. ഇവിടെ നെറ്റ്വർക്ക് കുറവാണ് കേട്ടോ. ആകെ ഒരു കട്ടേ കിട്ടുള്ളൂ. നിങ്ങൾ ഈ ഒരു റൂട്ട് അതുപോലെ തന്നെ തവാങ് കഴിഞ്ഞ് ബുംല അതുപോലെ മറ്റു സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ആണെങ്കിൽ ഈ അരുണാചൽ ഈ ഒരു സൈഡിലൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ എയർടെലാണ് കേട്ടോ. എയർടെൽ നിങ്ങൾക്ക് അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് നോക്കി മേളിലൊരു ഹെലികോപ്റ്ററിനെ കണ്ടില്ലേ, ആർമിയുടെ ആണെന്ന് അറിയില്ല കേട്ടോ. അത് ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, കാരണം കുഴപ്പമില്ല, എന്നാലും തണുപ്പുണ്ട് കേട്ടോ. നമ്മളെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഒരു ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലേ. അതുപോലെ അവിടെ കുറച്ച് വീടുകൾ കാണണ്ട കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകണേട്ടാ. ഈ മലനിരകളും ഈ കുന്നിൻ ചെരുവുകളൊക്കെ ഇങ്ങനെ കണ്ട്, പിന്നെ അടിയിൽ ഇങ്ങനെ ഒരു നദി ഒഴുകണ്ട കേട്ടാ. അതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടോണ്ടിരിക്കണത്. ഉണ്ടല്ലേ, പലയിടത്തും ഇങ്ങനെ ഫ്രീസായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ കാരണം ഇന്നലെയൊക്കെ മൈനസ് ടെമ്പറേച്ചറാണ്. രാത്രി ഇവിടെ മൈനസ് ആട്ടോ, -6, -7, -8 വന്നത്. അങ്ങനെ അവസാനം നമുക്കൊരു വണ്ടി കിട്ടിയേട്ടാ. ഇതൊരു PR-യുടെ വണ്ടിയാണ്. ഹായ് ഭയ്യ, आपका नाम क्या है? गुरु. अच्छा, आप कहाँ से हो? टीकोनपा का है. अच्छा, PR-ओ में काम किया था ना. अच्छा अच्छा अच्छा. यहाँ से कितना दूर है लुंगरला? 12 किलोमीटर है ना. अच्छा अच्छा. आप पानी भरने के लिए जाए ना. अच्छा, ആളിവിടെ വണ്ടിയിൽ വെള്ളം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 10-13 കിലോമീറ്റർ ഉണ്ട് ഇനി. അപ്പോൾ നമ്മൾ അങ്ങാടേക്ക് പോകണേട്ടാ. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയേട്ടാ. ഇതാണ്ട് നമ്മൾ പോണ റൂട്ടേട്ടാ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ കിലോമീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ലുംബ്രല ഇനി ഏകദേശം 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം വരെയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതുവഴിക്ക് ഇവിടേക്ക് ഇങ്ങനെ സ്നോ കിടക്കണേട്ടാ. റോഡ് പലയിടത്തും ബ്ലാക്ക് ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യണോണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ബ്ലാക്ക് ഐസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് യാത്രകൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്നോഫാൾ തുടങ്ങും കേട്ടോ. ഇത് 3-4 ദിവസങ്ങൾക്ക് മുമ്പുള്ള സ്നോ ആണ്. അപ്പോൾ ആ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പയ്യെ സ്നോ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണേട്ടാ. താങ്ക് യു ഭയ്യ. ഓക്കെ, നമ്മളിവിടെ ഇറങ്ങിയേട്ടാ. അങ്ങനെ വണ്ടിക്കാരനോടൊക്കെ യാത്രയൊക്കെ പോകാൻ ഇറങ്ങിയേട്ടാ. ഇവിടെ PR-യുടെ റോഡ് പണി നടന്നിരിക്കുന്നതാണ്.
ഇവിടെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതിൻ്റെ പേരാണ് ലുങ്റല എന്ന് പറഞ്ഞ ടോപ്പ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വന്ന റൂട്ടാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ 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 കയറിയാണ് വന്നത്. ഇനി ഇങ്ങനെ ഇങ്ങനെ വേണം പോകാൻ. ഇനി ഏകദേശം 3 കിലോമീറ്റർ കേട്ടോ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. നല്ല തണുത്ത കാര്യം കൈയൊക്കെ ഇങ്ങനെ ഫ്രീസായി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് 14,000 സംതിങ് ഫീറ്റാണ്. അത്യാവശ്യം നല്ല ബറഫുണ്ട് കേട്ടോ, മഞ്ഞുണ്ട് അവിടെ കണ്ടില്ലേ. ഇപ്പോഴത്തെ ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയേരം ഫ്രീസാണ്, ചെറിയ രീതിയിലൊക്കെ ഫ്രീസായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഈ വെയിൽ കാരണം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രിയിലൊക്കെ ഒരു രക്ഷയില്ല, ഫുള്ള് ഫ്രീസായിരിക്കും. നമ്മളെ ഇപ്പോൾ ബാഗെല്ലാം അടിയിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആർമിയുടെ, അവിടെ വെച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ എന്നോട് പറഞ്ഞ് എന്തിനാ അത്രയും വെയിറ്റ് ചുമന്ന് അവിടെ വെച്ചിട്ട് വെക്കാൻ പറഞ്ഞ് അങ്ങനെ വെച്ചാൽ കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് ലുങ്റല. 14,000 സംതിങ് ഫീറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ള 1 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ പോകുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരും കേട്ടോ. അവിടെ ഒരു വെൽക്കം ടു ലുങ്റല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ വന്നേക്ക് കുറേ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാൻ വേറൊന്നുമില്ല. ഇവിടെ ഫുള്ള് ആർമി ക്യാമ്പാണ്, പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെത്തിയട്ടാ. വെൽക്കം ടു ലുങ്റല. ഇതൊരു ബോർഡറാണ് കേട്ടോ. ശരിക്കും ബോർഡർ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട്. കുറച്ച് ലിമിറ്റേഷൻ വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ. എന്തായാലും നോക്കാം. നോ സിവിലിയൻസ് വേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് സിവിലിയൻസിന് അലൗഡ് അല്ലെന്നാണ് പറഞ്ഞേക്കടാ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആർമി മാത്രമേ പോകുള്ളൂ. ഇവിടെ ഒന്നും വീഡിയോ എടുക്കുന്നതിന് ഒപ്പമില്ലെന്നാണ് കേട്ടേട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒന്ന് പറക്കണം നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ ആ കാണാൻ മലനിരകളുണ്ട് ഞങ്ങൾ, അതാണ് കേട്ടോ ചൈന. നമ്മളിപ്പോൾ ഇരിക്കുന്നത് 14,000 സംതിങ് ഫീറ്റിലാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. സ്നോ വീണിട്ട് ഇതിങ്ങനെ നോക്കിയേ. നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ. പിന്നെ അതുപോലെ നമ്മുടെ അവിടെ ആർമിയുടെ ക്യാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ മലയിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയുടെ മലയുണ്ടാ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ റൂട്ടൊക്കെ ഉണ്ട് അങ്ങാടിയൊക്കെ പോകാൻ വേണ്ടി. പക്ഷെ അത് അലൗഡ് അല്ല. അത് ഓൺലി ആർമി മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു റൂട്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ BROയുടെ ആൾക്കാരും പോവും. BRO ആണ് റോഡും കാര്യങ്ങളൊക്കെ പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ഇവിടെ എന്തോ കഫേയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഓപ്പൺ അല്ല. എനിക്ക് ആർമിയുടെ കഫേ ഉണ്ടാ. ഇൻഡോ ടിബറ്റൻ ബോർഡർ 14,266 ഫീറ്റ് കേട്ടോ. ഇത്രയും ഫീറ്റാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഈ കാണുന്ന വ്യൂ ആണ് ചൈനയുടെ വ്യൂ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല, അതാണ് അവസ്ഥ. എൻ്റെ ആണെങ്കിൽ സ്റ്റാൻഡും ഇല്ല കേട്ടോ. നല്ല വ്യൂ അല്ലേ, കണ്ടിട്ട് പോകാൻ തോന്നല്ല. പക്ഷേ പോയാൽ പറ്റുള്ളൂ കേട്ടോ. നല്ല തണുപ്പുണ്ട്. എന്തായാലും ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇതൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ലുങ്റല ഇന്ത്യൻ ആർമി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണ കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കാറിനും ബൈക്കിനൊക്കെ ആയിട്ട്. 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടെ. ഇപ്പോൾ ചൈന ടൈം 3 മണിയാണ് കാണിക്കണം. ശരിക്കും 12 എത്രയോ ആയിട്ടുള്ളൂ. 3 മണിക്കൂർ കൂടുതലാണ് കേട്ടോ ചൈന. നമ്മളങ്ങനെ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടാ. അങ്ങനെ ടീക്കൊൻപ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും എത്തി അല്ലേ. നമ്മൾ രാവിലെ കണ്ട മലനിരകൾ കേട്ടാ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ BROയുടെ ക്യാമ്പൊക്കെയാണ് കേട്ടോ. ശരിക്കും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാരം എന്ന് പറയണ്ടല്ലോ BRO ഉള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി. അതേപോലെ തന്നെ റോഡിൻ്റെ പണിയാണത് കൂടുതലും സിവിലിയൻസ് ആണ് കേട്ടോ. ഇവരവിടെയൊക്കെ ഉണ്ട്. അത് വലിയൊരു ഇതാണ് കേട്ടോ. BRO ഭാഗത്ത് ഇവർക്ക് അങ്ങനെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായത്. അതിവിടെ മാത്രമല്ല, എല്ലാ മല ഏരിയകളിലൊക്കെ ഉണ്ട് അത്യാവശ്യം. ഈ ആർമി ഏരിയകളിലൊക്കെ ഒരുപാടുണ്ട്.
അത് വലിയൊരു സംഭവം തന്നെ കേട്ടോ, അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു വണ്ടി ഇട്ടേടാ നേരെ സെമിതാങ്ങിലേക്കാണ്. അപ്പോൾ ഹായ് ഹായ് भैया, आप लोग का नाम क्या है? मेरा नाम लोकसा। आपका नाम क्या है? मेरा नाम तुर्जी। अच्छा, आप लोग तो बिहार का है ना? अच्छा, गांव कहाँ पे है? अभी चिमिटांग कर रहा है। ചിമിതാങ് है ना? इधर ही बड़ा सेमितांग लगा था। अपने लिए यहाँ से कितना दूर है भैया? यहाँ से आपको 26 किलोमीटर 26 है ना? सेमितांग तो विलेज है ना? गांव विलेज है। ഇതാണ് ഒരു വണ്ടി, ചെറിയ റൂട്ടാണ് കേട്ടാ. ഭയങ്കര ഇതിലാണ് വണ്ടി ഓടിച്ച് പോകുന്നത്, കുറച്ച് ടഫാട്ടാ. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ മലനിരകൾ കാണുന്നുണ്ട്. നമ്മളെ ഇപ്പം ഉള്ളത് സെമിത്താങ് എന്ന് പറഞ്ഞാട്ടാ. ഇപ്പോൾ കുറച്ച് അടിയിലായിട്ടാണ് നമ്മളുള്ളത്. അങ്ങനെ ആ വണ്ടിക്കാർ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തട്ടാ. കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഇനി നല്ല തലവേദന ഉണ്ട് കേട്ടോ. എന്ത് പണ്ടാലോന്ന് അറിയില്ല, നല്ല തലവേദന ഉണ്ട്. പിന്നെ ഇപ്പോൾ എവിടെയും തങ്ങളുടെ സെറ്റ് പോകണം കേട്ടോ. എൻ്റെ ലക്ഷ്യം അതായിരുന്നു. ആ മേളിൽ കാണുന്ന ഒരു മൊണാസ്റ്റി ഉണ്ടല്ലേ, നല്ല വ്യൂ കിട്ടിയായിരുന്നു രാവിലെ ആകുമ്പോൾ. ഇതാണ് സെമിത്താങ് എന്ന് പറഞ്ഞ സ്ഥലം.